ശ്രീ പി സി ജോർജ്, താങ്കൾക്കെതിരെ ഒരു ഗുരുതര ആരോപണം ചർച്ചയിൽ പങ്കെടുത്ത ചില ഉന്നയിക്കുകയുണ്ടായി. താങ്കൾ PFI ബന്ധമുണ്ട്, ഫ്രീഡം റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്, താങ്കളാണ് ഇത്തരം പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണെന്നൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നു. പ്രത്യേകിച്ച് ഫ്രീഡം റാലിയൊക്കെ ഉയർത്തി കാണിച്ചാണ് ആ ആരോപണം മുന്നോട്ട് വെച്ചത്. രണ്ട്, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്നത് പൊള്ളയായ വാദമാണ്. പ്രധാനമന്ത്രിയെ കൃത്യമായി വിലയിരുത്താൽ താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ചാണെന്നത് പങ്കെടുത്തത് പ്രധാനമന്ത്രിക്ക് 100 മാർക്കിൽ നിന്ന് 110 മാർക്കിലേക്ക് താങ്കൾ ഉയർത്തിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തെ ഏത് രീതിയിൽ വിലയിരുത്തുന്നു ഗ്യാരണ്ടിയെ? അതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, ഈ ഫ്രീഡം റാലിയിൽ ഉൾപ്പെടെ പങ്കെടുത്ത താങ്കളുടെ PFI ബന്ധമെന്ന ആരോപണം. ചെറിയ തെറ്റിദ്ധാരണ, കുറ്റം പറയൊന്നും വേണ്ട. അതായത് മദനി സാഹിബ് ആദ്യം ഈരാറ്റുവട്ടം പ്രസംഗിക്കുമ്പം ഞാൻ മദനിയോടൊപ്പം ഉണ്ട്, സത്യമാണ്. പക്ഷെ അന്ന് മദനി വളരെ മാന്യനാണ്, ഒരിക്കലും വർഗീയവാദിയല്ല. അത് കഴിഞ്ഞ പുള്ളിയുടെ കാര്യം പോയി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈരാറ്റുപേട്ടയിൽ തന്നെ ഞാൻ ഈരാറ്റുപേട്ടയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഏറ്റവും വലിയ നേതാവായിട്ട് നിന്നാണ് അതിൽ നിന്ന് രാജിവെച്ച് പോയപ്പോൾ അയാളുടെ കാല് വെട്ടിക്കളഞ്ഞു. അപ്പൊ യോഗത്തിൽ വെച്ച് ഞാൻ ഈ കാല് വെട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയ നിങ്ങളുടെ പാർട്ടി ഞാൻ നീ അനുകൂലിക്കലെന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ആഴ്ച വേറെ യോഗം തുടങ്ങും. പിന്നെ ഇതുപോലുള്ള റൗഡിസം നടത്തി. അപ്പൊ പരസ്യമായിട്ട് ഈരാറ്റുപേട്ട, എന്റെ നാട് ഈരാറ്റുപേട്ട, ഞാൻ പറഞ്ഞു ഈ പോപ്പുലർ ഉണ്ടെന്ന് പറഞ്ഞ് മദിനിയെയും ഞാൻ ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിക്കുന്ന ഒരു ബന്ധം എനിക്കില്ല, എനിക്ക് കച്ചവടം ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശുക്രെ അതിനുശേഷം ഒരു ബന്ധം എനിക്കില്ല. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞോളൂ. അത് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ PFI എന്ന് പറയുന്ന അന്നത്തെ സംഘടന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ, ദേശീയാഘോഷങ്ങൾ നടത്തിയ ഘട്ടങ്ങളിൽ നിങ്ങൾ MLA ആയും ഞാൻ MLA ആയും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയാണത്. അതിന് ശേഷം നമ്മൾ പോയിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ. താങ്കൾ സംസാരിച്ച ഏതാണ്ട് 8ഓളം മിനിറ്റ് അവരൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കട്ടെ. ശുക്കൂർ പറഞ്ഞതിനകത്ത് ഏക വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പങ്കെടുത്തെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇവർ ഈ കൊലപാതക രാഷ്ട്രീയം തുടങ്ങിയപ്പോൾ പരസ്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈരാറ്റുപേട്ടയാണല്ലോ പ്രധാനപ്പെട്ട. ഞാൻ ഇവരെ തള്ളിക്കളഞ്ഞു, പിന്നെ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഒരു ബന്ധം ഇപ്പോഴും ഇല്ല, അന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈരാറ്റുപേട്ടയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ തോപ്പിക്കാടെയാക്കി. 24,000 മുസ്ലിം വോട്ടുണ്ടായിട്ട് ഒരു വോട്ട് പോലും കിട്ടിയില്ലെന്ന് തീർന്നില്ലേ? സത്യത്തിൽ മുസ്ലിം സമൂഹം അങ്ങനെ നിൽക്കുന്നവരല്ല. ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് അടിച്ചങ്ങേപ്പിക്കില്ലേ? ഇപ്പൊ ഈരാറ്റുപേട്ടയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ ഇറങ്ങി വീട് കയറി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദേശീയ സ്വാതന്ത്ര്യദിനം ആഘോഷം, അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പോപ്പുലർ ഫ്രണ്ടെങ്കിൽ തീവ്രവാദിയാവും. ആ കച്ചവടമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി കളിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ആരും കള്ളിപ്പീരിൽ ആരും ചാടരുത് എന്നതുകൊണ്ടാണ് പരസ്യമായിട്ട് ഞാനിത് പറയുന്നത്. ഞാനിവരായിട്ട് ഉപേക്ഷിച്ച കാര്യം കൂടെ സ്ട്രോങ് ആയിട്ട് എതിർത്ത കാര്യങ്ങൾ പറയാം. നമ്മുടെ എറണാകുളത്ത് മഹാരാജ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന അഭിമന്യു എന്ന് പറയുന്ന പട്ടികജാതിക്കാരനായ SFIയുടെ നേതാവ്, വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാം ആ പയ്യനെ, അതുകൊണ്ടാണ് പറയുന്നത്. ആ പയ്യനെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ SKPയുടെ ഗുണ്ടകൾ 21ഓളം ആളുകൾ നിന്നാണ് കുത്തിക്കൊന്നത് കൊച്ചി ഇറക്കണേ. ഒന്ന് ആലോചിച്ച്, SFIയുടെ യൂണിറ്റ് പ്രസിഡന്റാ മഹാരാജ് കോളേജില്. എത്ര ദുഃഖകരമാണ്. ഞാൻ അന്നാണ് പറഞ്ഞത്, ജീവിതത്തിൽ ഈ വർക്കുമായിട്ട് ബന്ധമില്ല, ഉമ്മാർ ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമില്ലാന്ന് പ്രഖ്യാപിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് നമുക്ക് തള്ളിക്കണം, നമുക്ക് പറ്റിയതല്ല. ഒരു മുസ്ലിങ്ങളാണ് അവരെ തള്ളി പറയേണ്ടത്, എങ്കിലേ ഇവരുടെ തീവ്രവാദം. അവരുടെ പ്രവർത്തനത്തോട് യോജിക്കാനേ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അവരെ ഈ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ചോദിച്ച ഒരു വാക്കോട് പറയാം. പ്രധാനമന്ത്രി എന്ന നിലയിലല്ലാതെ ഒരു പാർട്ടിയുടെ BJPയുടെ ഉന്നതനായ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം തൃശ്ശൂർ പ്രസംഗിച്ചത്. പക്ഷെ പ്രധാനമന്ത്രിയെ ഞാൻ ശുക്ര ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ച സ്റ്റേജ് ചാണകവെള്ളം കൊണ്ട് കഴുകുന്നത് മര്യാദയാണ്? പ്രധാനമന്ത്രിയോടല്ലോ. പിന്നെ അവിടെ ആ ദേവസ്വം ആ പറയുന്ന പവിത്രമായ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ആലിന്റെ ശിഖരങ്ങൾ വെട്ടി മാറ്റി എവിടെയല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ആലിന്റെ ശിഖരം വെട്ടി മാറ്റിയതുണ്ടായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീ ശുക്കൂർ ഈ മരമൊക്കെ വെട്ടിമാറ്റുന്നത്. അവിടെ അപകടകരമായ അവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കാനൊക്കെ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് ഒക്കെയാണ്, അല്ലാതെ BJP അല്ല. വന്നപ്പോ ഞാൻ മുഴുവൻ പണങ്ങല്ല. ശുക്ർ ആലോചിക്കണം,
ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി അങ്ങനെയൊന്നും വളച്ചൊടിക്കാതെ, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാതെ, നേതാവായി അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ച് മറ്റൊരു രൂപത്തിലാക്കാൻ നോക്കാൻ നിങ്ങൾ വിജയിക്കാൻ പോകില്ല. നടത്തിയ വസ്തുത ഇതാണ്. പ്രതിഷേധം അത് ചെയ്തു. ശുക്രനോട് ഞാൻ വല്ല വഴക്കുണ്ടാക്കി മുൾക്കൂർ ഇങ്ങനെ പ്രതിഷേധം നടന്നു. അതല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കണ്ട. പറഞ്ഞു ശ്രീ ശുക്കൂർ PC ഒന്ന് മുഴുവിപ്പിക്കട്ടെ, അതിനുശേഷം താങ്കളൊക്കെ വരാം. OBC വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ലോക രാഷ്ട്രങ്ങൾ മുമ്പിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രി, 4 5 വർഷത്തിനകം ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമാക്കി ലോകത്തിന് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം വന്നു പോയ സ്റ്റേജിൽ ചാണവളം തെളിക്കുന്നത് ശുദ്ധീകരിക്കലാണ്. OBC വിഭാഗത്തിൽപ്പെട്ട പ്രധാനമന്ത്രിക്കിട്ടാണ് നിങ്ങൾ ചെയ്തത്. കോൺഗ്രസ് ആണ് ചെയ്തത്. ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ സംസ്കാരം എന്നതാണ്. നമ്മുടെ ദേവസ്വം മന്ത്രി പട്ടിക ജാതിക്കാരനായ രാധാകൃഷ്ണനല്ലേ? നമുക്കാർക്കും വിഷമമുണ്ടോ? ഞാൻ എന്റെ വീട്ടിൽ വന്ന് ചോറുണ്ടിട്ട് അറിയാമോ? എനിക്ക് സന്തോഷത്തോട് ചോറ് കൊടുക്കും. മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ എനിക്ക് പരാതിയുണ്ട്. മണ്ഡലകാലത്ത് അങ്ങോട്ട് കണ്ടില്ല. ശബരിമല സീസൺ തുടങ്ങി 18ാമത്തെ ദിവസം ആ മന്ത്രി അവിടെ എത്തിയത്. കേരള പര്യടനത്തിലായിരുന്നു ശ്രീ PC. അദ്ദേഹം കേരള പര്യടനത്തിലായിരുന്നു. അതെ, അങ്ങനെ അതിനകത്ത് മുഖ്യമന്ത്രി പിടിച്ചിട്ടിരിക്കുക, ബസ്സിനകത്ത് കൊണ്ടു നടക്കായിരുന്നു. എന്തൊരു കടുങ്കയെന്ന് ആലോചിച്ച് നോക്കി. 18ാമത്തെ ഞാൻ എണ്ണിക്കൊണ്ടിരുന്നു. 18ാമത്തെ ദിവസം. സാധാരണ എങ്ങനെ, ഞാൻ MLA ആയിരുന്നതല്ലേ, ശുക്രൻ അറിയാമല്ലോ. ഇവിടെ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മള് അവിടെ യോഗം വിളിച്ചു കൂട്ടും പമ്പയില്. മുഖ്യമന്ത്രി, MLA മാർ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ അവിടെ വെച്ച് തീരുമാനമെടുക്കുക. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സീസൺ വിജയിപ്പിക്കും. അതോടൊപ്പം എരുമേലി വന്ന് MLA-യുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ആ യോഗത്തിൽ എരുമേലിയിലെ പേട്ടകെട്ട്, എരുമേലിയിലെ ബാബര് പള്ളിയുണ്ട്. ആ പള്ളിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടുത്തെ ഖത്തീവുമാരൊക്കെ വിളിക്കും. അവിടുത്തെ ക്ഷേത്രത്തിനെ വിളിക്കും. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവിടുത്തെ കാര്യം തീരുമാനിക്കും. ഇതൊന്നും ഇത്തവണ ഇല്ല. അതെന്താ ഒന്ന് ശുക്രന് ഞാൻ പറഞ്ഞ് ചോദിക്കുന്നില്ല. അതിനോട് യോജിക്കുകയാണ്. മുഖ്യമന്ത്രിമാരായിരുന്ന ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കരുണാകരനും അതൊക്കെ കാട്ടിത്തന്നവരാണ്. അവരെ കാണിച്ചവരാണ്. അവരൊന്നും എനിക്കില്ല. അവരുടെ കൂടെ നിന്നല്ലേ ഞാൻ. എന്റെ ചോദ്യം, ആ പട്ടികജാതിക്കാരനായ മന്ത്രി രാധാകൃഷ്ണൻ ശബരിമലയുടെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ശബരിമല അയ്യപ്പന് മുമ്പിൽ പോയി അയാളെ ബഹുമാനിച്ചൊന്ന് കൈവപ്പാനുള്ള മര്യാദ കാണിച്ചില്ല, അത് പോട്ടെ. പക്ഷേ ആരും തടഞ്ഞില്ല, ആരും ചാണകവളം ഒഴിച്ചില്ല. ചാണകവളം ഒഴിച്ച് വേണം അവിടെ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചെയ്തോ? ആ മാന്യത കാണിക്കുന്ന സമൂഹത്തിലാണ് OBC വിഭാഗത്തിൽപ്പെട്ട പ്രധാനമന്ത്രി വന്ന് സംസാരിച്ച സ്റ്റേജിൽ ചാണകവളം വെച്ച് മോശമായി. പ്രധാനമന്ത്രിയുടെ സ്റ്റേജ് എന്നുള്ളതല്ല നിയന്ത്രിക്കണം. പ്രധാനമന്ത്രിയോടുള്ളതല്ല. ആ രൂപത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. ആ രൂപത്തിൽ എന്റെ ജോർജ് സാറേ, ഒരിക്കലും ആ രൂപത്തിലേക്കല്ല ഞങ്ങളുടെ പ്രതിഷേധം. ഞാലിന്റെ ചില്ലകൾ വെട്ടിമാറ്റി ആ ക്ഷേത്ര പരിസരത്തുള്ള പവിത്രമായ ആലിന്റെ മരം മുറിച്ചത് ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ ഡിസംബർ 4-ാം തീയതി മറ്റാണ്. ആ സമയത്ത് 20-ാം തീയതി മറ്റാണ്. ആ സമയത്തൊന്നും പ്രതിഷേധം കണ്ടില്ല. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രപതിയുടെ പേര് APJ അബ്ദുൽ കലാം എന്നായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് രാഷ്ട്രപതി ആകുന്നത്. ആ രാഷ്ട്രപതി ഈ കേരള സന്ദർശനത്തിന് വന്നപ്പോ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ മരങ്ങൾ വെട്ടിമാറ്റി എന്ന് പറഞ്ഞു വാർത്ത വന്നു. അദ്ദേഹം പറഞ്ഞറിയാവോ, ഒരു മരത്തിന് 10 മരം വരെ വെച്ച് കിളിർച്ചതിന് മാത്രമേ ഞാൻ അവിടെ. ശരി ശ്രീ ശുക്കൂർ, മരങ്ങളോടുള്ള മരം വെട്ടിയതിനുള്ള ആൽമരത്തിന്റെ കമ്പുകൾ മുറിച്ചതിനുള്ള പ്രതിഷേധമാണ് താങ്കളുടെ പാർട്ടിയോടെ നടത്തിയതെന്നൊക്കെ. എന്നാ കണ്ടാലും ശരി ശുക്രൻ, ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്ര മരം വെച്ചു രാജ്യത്ത്? എത്ര ഈ രാജ്യം നശിപ്പിച്ചല്ലാതെ ഏറ്റവും വലിയ മരംവെട്ട് നടത്തിയ വീരന്റെ ആളുകളാണ്. ശ്രീ ശുക്കൂർ, ശ്രീ ആയൂർ ബിജു ഒന്ന് ഇടപെടുകയാണ്. നിങ്ങളിലേക്ക് മടങ്ങിയെത്ത അതാത് അവസരങ്ങളിൽ സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ചാൽ ചർച്ചയിൽ ആരൊക്കെ എന്തൊക്കെയാ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ബഹളം മാത്രമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഒറ്റ നിമിഷം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ശ്രീ ശുക്കൂർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് ഗവർണർക്കെതിരെ. ശ്രീ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഗവർണർക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണമാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താതെ മുന്നോട്ട്
പോവുക എന്നത് ഒരു ചർച്ചയെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല. ചില പത്രവാർത്തകൾ അദ്ദേഹം കണ്ടുവെന്നാണ് പറയുന്നത്. BJP-യുടെ ചില നേതാക്കൾക്ക് വേണ്ടി കേസ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ കത്ത് നൽകിയെന്നത് ഏത് പത്രത്തിലാണ് കണ്ടത്? എന്താണ് സംഭവ വാർത്തയിൽ എന്താണ് വ്യക്തത? വരുത്താതെ മുന്നോട്ട് പോയാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ആ വ്യക്തത വേണം. അതുകൊണ്ട് ശ്രീ ഷുക്കൂറിൽ നിന്ന് അതിനുള്ള മറുപടിയും ശങ്കുട്ടിദാസിൽ നിന്ന് അതിനുള്ള നിലപാട് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഷുക്കൂർ. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ചോദിച്ചിരുന്നു, ഏത് പത്രത്തിലാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇടപെട്ടത്, ഏത് ദിവസത്തെ പത്രമാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താം. അതല്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ പ്രഥമ പൗരനായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ആ വാർത്തകൾ ശ്രീ ഷുക്കൂർ അദ്ദേഹം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. താങ്കളിലേക്ക് വരാം. ശങ്കുട്ടിദാസിന് പറയാനുള്ളത് പറഞ്ഞു വെക്കട്ടെ. അതിനുശേഷം താങ്കളിലേക്ക് തന്നെ മടങ്ങിയെത്താം. താങ്കളുടെ മറുപടി ഒരു വ്യക്തത അതിൽ എന്തായാലും കൂടിയേ തീരുകയുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. കാരണം ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ആളുകൾ കാണുന്ന ഒരു സ്ഥലമാണ്. ഒന്നല്ലെങ്കിൽ അതിന്റെ വ്യക്തത വരുത്തണം, അത് എവിടെയാണ് വന്നതെന്ന് പറയണം. എനിക്കത് വ്യക്തമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എങ്കിൽ ശ്രീ ഷുക്കൂർ താങ്കൾ ആ പ്രസ്താവന പിൻവലിച്ചു അല്ലെങ്കിൽ പരാമർശം പിൻവലിച്ചെന്ന് പരസ്യമായി പറയാനുള്ള മാന്യത കൂടി കാട്ടണം. ഷുക്കൂർ 2 പത്രത്തിൽ വായിച്ചെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അത് 2 പത്രങ്ങളിൽ അതുമായിട്ടുള്ള ചർച്ചകളിൽ ചില പിൻവലിച്ചോളൂ. നിങ്ങൾക്ക് പിൻവലിക്കാൻ ഞങ്ങൾക്ക് പിൻവലിക്കാൻ തോന്നുന്നല്ല. നിങ്ങൾക്ക് വ്യക്തതയില്ലാത്തൊരു കാര്യം ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുമ്പോൾ എനിക്ക് വ്യക്തത വരും. അതിന്റെ ഡീറ്റെയിൽസ് കയ്യിൽ കിട്ടിയാൽ എനിക്ക് വ്യക്തത വരും. ഞാൻ പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു സമൂഹത്തിൽ, അങ്ങനെ ഒരു ചർച്ച സമൂഹത്തിൽ നടക്കുന്നു. ഈ ചർച്ചയിൽ എന്താ ഞാൻ പറഞ്ഞത്? അതിന് രേഖകളില്ല എന്റെ കയ്യിൽ. താങ്കൾക്ക് അവസരം താങ്കളുടെ അവസരത്തിൽ ആരും കയറി സംസാരിച്ചില്ല. താങ്കളൊന്നും നിശബ്ദമായിരിക്കൂ. താങ്കളുടെ അവസരത്തിൽ ആരും സംസാരിച്ചിട്ടില്ല. താങ്കൾ ഒന്ന് കാത്തിരിക്കൂ. വരാം താങ്കളിലേക്ക്. ശ്രീ ശങ്കു തുടരാം. ഒറ്റ മിനിറ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് മരത്തിന്റെ ചില്ല മുറിച്ച വിഷയത്തിലായിരുന്നു എന്നാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ സമയത്ത് 2 ചില്ലകൾ പൊട്ടി വീണ് 22 പേർക്ക് പരിക്ക് പറ്റി, 2 പേര് മരിച്ചു. ഈ മാസം, അതായത് ഡിസംബർ 22-ാം തീയതി ഈ പറയുന്ന ചില്ല ഒടിഞ്ഞു വീണിട്ട് 2 പേർക്ക് പരിക്ക് പറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അപ്പൊ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് അതിന് ചില്ലകൾ നിന്നിരുന്നത്. പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് SPGയുടെ പരിശോധന ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വേദിയുടെ 300 മീറ്റർ പരിസരത്താണ് ഈ പറയുന്ന ആൽമര ഉള്ളത്. ലൈനപ്പ് ഏരിയയിലാണ്. ഇത് വീട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് അപകടാവസ്ഥയിൽ നിന്നിരുന്ന ചില്ലകൾ പ്രൂൺ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മരം വെട്ടിയിട്ടില്ല, മരത്തിന്റെ തായ്തടിക്ക് എന്തെങ്കിലും കേടുവരുത്തിയിട്ടില്ല. അപകടാവസ്ഥയിൽ നിന്നിരുന്ന ചില്ലകൾ പ്രൂൺ ചെയ്യാണ്. അത് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. അത് BJP അല്ല ചെയ്തത്, അത് SPGD പോലീസിന്റെയും നിർദ്ദേശാടിസ്ഥാനം ജില്ലാ ഭരണകൂടമാണ് അത് ചെയ്തത്. അങ്ങനെ ജില്ലാ ഭരണകൂടം ആളുകളുടെ സുരക്ഷ മുൻനിർത്തി ചെയ്തിട്ടുള്ള ഒരു സ്വാഭാവിക കാര്യത്തിനെതിരെ നിങ്ങൾ പ്രധാനമന്ത്രി വന്ന വേദിയിലല്ല ചാണകം ഒഴിച്ച് പ്രതിഷേധിക്കേണ്ടിയിരുന്നത്. ശ്രീ ശങ്കുട്ടിദാസിൽ തന്നെ ചില വ്യക്തത വരുത്തുന്നു. ശ്രീ ശങ്കു, കോൺഗ്രസ് പറയുന്നത് ആൽമരം മുറിച്ചതുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത്. ആൽമരം മുറിച്ചതിന് എതിരെയാണ് കോൺഗ്രസ് സമരം നടത്തിയത്. എന്നാൽ ഈ ആൽമരം മുറിക്കുന്നത് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ്. ആ സമയത്തൊന്നും ഉണ്ടാകാതിരുന്ന പ്രതിഷേധം ആൽമരം മുറിച്ചുകൊണ്ട് മാത്രം പ്രകോപിതരാകാൻ മാത്രമുള്ള വൈകാരികത കോൺഗ്രസിനുണ്ടെന്ന് BJP കരുതുന്നുണ്ടോ? അല്ലല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് ഇപ്പോ മതിയോ? അങ്ങനെയെങ്കിൽ ശംഖുവും ഉമേഷും തമ്മിൽ ചർച്ച മതിയായിരുന്നല്ലോ. ശംഖു ഉമേഷ് മാത്രമല്ല ശ്രീ ആയുർവേദ്, ബാക്കി എല്ലാവരും സംസാരിച്ചു. താങ്കളുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ അത്ര ശുഭകരമല്ലാത്തതുകൊണ്ടാണ് താങ്കളിലേക്ക് വരാതിരുന്നത്. ശ്രീ ശംഖു തുടരാം. നോക്കൂ, ഇത് ഇപ്പോ ഈ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പുതിയൊരു വാദമാണ്. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഷുക്കൂർ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്താ? പ്രധാനമന്ത്രിക്ക് എതിരെ ആയിരുന്നില്ല ഞങ്ങളുടെ പ്രതിഷേധം, ആൽമരത്തിന്റെ ചില്ലകൾ മുറിച്ചതിനെതിരെയാണെന്നാണ്. ഇന്നലെ അവിടെ ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പറയുന്നത് നരേന്ദ്രമോദി വന്ന് അശുദ്ധമാക്കിയിട്ടുള്ള വേദി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ. വേദി ശുദ്ധീകരിക്കാനൊന്നും അല്ല, പ്രതിഷേധം ആ രൂപത്തിലല്ല. അങ്ങനെ കെട്ടിപ്പോക്കണ്ട, അങ്ങനെ കെട്ടിപ്പോക്കണ്ട. പ്രധാനമന്ത്രിയോടല്ല പ്രതിഷേധം. ജൻപത്ത് റോഡും ജൻപത്ത് ഇതൊക്കെ നമ്മള് ശുദ്ധീകരിക്കേണ്ടി വരും. ആ ക്ഷേത്ര സന്നിധിയിൽ ആ പരിസരത്തുള്ള ആല് വൃക്ഷത്തിന്റെ ചില്ലകൾ വ്യക്തിമായി സംബന്ധിച്ച് തന്നെയാണ്. ഇന്നലെ പ്രതിഷേധ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും അത് പറഞ്ഞു കേട്ടില്ല ശ്രീ ഷുക്കൂർ. ഇപ്പോഴത്തെ പുതിയതായി കേൾക്കുകയാണ്. താങ്കൾ ഗവർണറുടെ വാർത്ത കണ്ടതുപോലെ ഏതെങ്കിലും പത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പത്രങ്ങളിൽ കാണാം.
ഇദ്ദേഹം വായിക്കുന്ന പത്രം ഏതാന്ന് എനിക്ക് അറിയണം. ലോകത്ത് വേറെ എവിടെയും വരാത്ത വാർത്ത. ഞാൻ നാളെയല്ലേ വരുള്ളൂ. ലോകത്ത് വേറെ എവിടെയും ക്ഷമിക്കണം, വീക്ഷണത്തിൽ പോലും ആ വാർത്ത കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വീക്ഷണത്തിൽ പോലും ആ വാർത്ത കാണാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ ഷുക്കൂർ, കോൺഗ്രസ്സുകാരുടെ എല്ലാ പ്രതിഷേധവും യൂത്ത് കോൺഗ്രസ് എല്ലാ പ്രതിഷേധവും പത്രത്തിലാണെന്ന് എനിക്ക് ഒരു സെക്കൻഡ് തരുമോ മഹേഷ്? സംസാരിക്കേ. വളരെ വേഗം പറഞ്ഞോളൂ. എനിക്കൊരു ജാതിയുള്ളൂ. ഒറ്റ ചോദ്യം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാൻ ഞങ്ങളുടെ പഴയ നേതാവ് പി സി ജോർജ്, ആ പി സി ജോർജ് സാർ എവിടെയാ മത്സരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ടയിലാണോ എന്നൊരു ചോദ്യമുണ്ട് എനിക്ക്. അദ്ദേഹം BJP മെമ്പർഷിപ്പ് വാങ്ങിക്കഴിഞ്ഞു. രാത്രിയിൽ കിട്ടാത്തതുകൊണ്ട് നാളെ അദ്ദേഹം മേടിക്കും. പത്തനംതിട്ടയിലാണോ? അത് പറയാൻ എനിക്ക് അവകാശം. താങ്കൾക്ക് അറിയില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താതെ പറയേണ്ട ആൾ ഞാനല്ല. എന്നാൽ പോലും സമയക്കുറവുകൊണ്ട് പറയുകയാണ്, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും BJPയുടെ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റാളുകളോ അതൊക്കെ അങ്ങ് ഡൽഹിയിലാണ് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് PCക്കോ ശങ്കുട്ടിദാസിനോ അതിൽ മറുപടി പറയാൻ കഴിയില്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ ഒരു സഹ പാനലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുകയാണ്. ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. എന്താണ് ബന്ധം വ്യക്തമായല്ലോ. BJP ബന്ധം വ്യക്തമായല്ലോ. അല്ലല്ല, ശ്രീ ഷുക്കൂർ, കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ബന്ധം നിങ്ങൾ തമ്മിലാണ്, മറ്റാരും തമ്മിലല്ല. ഈ കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ബന്ധം ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് പിന്തുണ കൊടുക്കുന്നതൊക്കെ പാർലമെന്റ് നിങ്ങൾ തമ്മിലാണ്. ഷുക്കൂറിനെ ഞാൻ പറയുന്നു. ഒരിക്കലുമല്ല പറയാതെ. നിങ്ങളൊരു മുന്നണിയാണ്. കേരളം വിട്ടാൽ നിങ്ങളൊരു മുന്നണിയാണ്. ഞങ്ങൾ കേരളത്തിൽ മുന്നണിയല്ല. ഇന്ത്യ മുന്നണിയിലുണ്ട്. കേരളത്തിൽ എനിക്ക് ഷുക്കൂർ സാഹിബ് ജയിച്ചു വരുന്ന ഈ സന്തോഷമാണ്. നമുക്ക് കാണുമെങ്കിലും മിണ്ടാലോ. ശങ്കുട്ടിദാസ് മത്സരിക്കട്ടെ, കാസർഗോഡ് ജയിച്ചു വരട്ടെ, ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ആ ചോദ്യം ചോദിച്ചോണ്ട് ഇത്രയൊക്കെ ആശംസകൾ നടന്നു. അല്ലല്ല, അങ്ങനെയല്ല. സാർ മത്സരിച്ച് ജയിച്ചാൽ ജയിക്കട്ടെ, അല്ലെങ്കിൽ ശങ്കുട്ടിദാസ് കാസർഗോഡ് മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ഷുക്കൂർ സാഹിബ് ആലപ്പുഴ മത്സരിക്കട്ടെ. ചർച്ചയുടെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്, രാഷ്ട്രീയമല്ല പറഞ്ഞത്. ആശംസ അർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മള് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ എല്ലാവർക്കും ആശംസ അർപ്പിക്കല്ലേ, സിമ്പിൾ. ശ്രീ ആയുർ ബിജു, താങ്കളുടെ അല്ല, താങ്കൾ പ്രധാനം ചെയ്യുന്ന മുന്നണിയുടെ പ്രമുഖ നേതാവ് മുൻ ധനമന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസം നവവത്സരാശംസകൾ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഇവിടെ കൂടുതൽ CPM LDF MPമാർ വിജയിക്കട്ടെ, അവർ അവിടെ എത്തി ഭരണത്തിൽ പങ്കാളിയാകുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് പിന്തുണ നൽകട്ടെ എന്നൊക്കെയായിരുന്നു. അങ്ങനെയെങ്കിൽ പരസ്പര ആശംസയൊക്കെ നേരുന്ന നല്ലതാണ്. അതിർത്തി വിട്ടാൽ നിങ്ങളൊക്കെ ഒരു മുന്നണിയാണ്. എന്തായാലും സമയക്കുറവുകൊണ്ട് മാത്രം നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്തായാലും പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയത് കോൺഗ്രസിനും ഒപ്പം TN പ്രതാപനും ഒക്കെ അത്ര ശുഭകരമായ കാര്യമല്ല. അതിൻ്റെ പ്രതിഷേധങ്ങളാണ് കണ്ടത്. ഇപ്പോൾ എന്തായാലും മരം മുറിച്ചതിനെതിരെയാണ് പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ചെറുതല്ലാത്ത പൊള്ളൽ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായി എന്നത് വ്യക്തമാണ്. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.